വ്ളോഗ് ഇറ്റ്സ് ഓൾ അബൌട്ട് മാളുവിൻ്റെ കല്യാണം. ജസ്റ്റ് ആ കല്യാണത്തിൻ്റെ വിഷ്വൽസ് മാത്രം വെച്ചൊരു വീഡിയോ ചെയ്യണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും എടുത്തു നോക്കുമ്പം അത് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മാളുവിനെ ഞാൻ എങ്ങനെ പരിചയപ്പെട്ടു, മാളുവിനെ എനിക്ക് എങ്ങനെ അറിയാം, മാളുവിനെ കൊണ്ട് നമുക്ക് സംസാരിക്കാം. ആഫ്റ്റർ ഡിഗ്രി MSc വേണ്ടിയിട്ട് LPUവിൽ പോയപ്പോഴാണ് ഞാൻ മാളുവിനെ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ടൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, പ്രിയങ്കേൻ്റെ ഫ്രണ്ടാണ് മാളു. അപ്പോൾ അവർ രണ്ടാളും MBA എടുത്ത ആൾക്കാരാണ്, ഞാൻ MSc ആണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ചാണ് പോയത്, ഞാനും പ്രിയങ്കയും. സോ അവിടെ എത്തിയപ്പോഴാണ് മാളുവിനെ കാണുന്നതും നമ്മൾ സെയിം ഹോസ്റ്റൽ ആവുന്നത്. ഒരു റൂമിലല്ല, സെയിം ഹോസ്റ്റൽ ആവുന്നത്. ഇങ്ങനെയാണ് ഞാൻ മാളുവിനെ ആദ്യമായിട്ട് കണ്ടത്. മാളുവിൻ്റെയും ഞങ്ങളുടെയും റൂം സെപ്പറേറ്റ് ആണെങ്കിലും മാളു ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് ഉണ്ടാവല്. ഇപ്പം മാസ്റ്റേഴ്സ് കഴിഞ്ഞു, എല്ലാവരും ജോലിക്ക് കയറി, ഇതിപ്പോൾ മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞു. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് ഐ ഫീൽ ലൈക്ക് എത്രയോ പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ആണ് നമ്മളെ ലൈഫിൽ നിന്ന് കടന്നു പോയത്. ഇപ്പം ആലോചിക്കുമ്പോൾ അത് ലൈക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആയിരുന്നു. ആൻഡ് ഈ ഒരു നിമിഷത്തിൽ ഞാൻ ആ മൊമെന്റ്സ് എല്ലാം ഒന്ന് ചെറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ നമുക്ക് ആ വീഡിയോസ് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരാം. So next we can talk about their relationship. മാളുവിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ തുടക്കം തൊട്ടേ എല്ലാ കാര്യങ്ങളും കാണുന്നത് ഞാനും പ്രിയയും തന്നെയാണ്. കാരണം അധിക കാര്യങ്ങളും എൻ്റെ അടുത്തും പ്രിയേൻ്റെ അടുത്തുമായിട്ടാണ് അവൾ ഡിസ്കസ് ചെയ്യാറ്. അവന് എങ്ങനെ അറിയാം, അതുപോലെ തന്നെ അപ്പുവേട്ടനെ പറ്റിയിട്ട് ഞങ്ങൾക്കറിയാം, അവൾ വഴി നല്ല വൃത്തിക്കറിയാം. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ഒരു ഡേ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കല്യാണത്തിനാണ് നേരിട്ട് കാണുന്നതെങ്കിൽ കൂടി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റ് എൻ്റെ ഓർമ്മയിലുള്ളത് നമ്മൾ 3 പേരും കൂടി ഇരുന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുവേട്ടനെ. ആൻഡ് ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ സ്പോട്ടിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം പറയേണ്ട കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓരോ ഫോട്ടോ നോക്കുമ്പം ഓരോ ഫോട്ടോ ഈ എഡിറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്താ അറിയില്ല, ഐ ഫെൽറ്റ് ലൈക്ക് ഹാപ്പി ആൻഡ് സാഡ് അറ്റ് ദ സെയിം ടൈം. കാരണം ആ ടൈം നമ്മൾ കടന്നു പോകുമ്പോൾ ഇതൊക്കെ പിന്നീട് ഓർത്തെടുക്കുമ്പം ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള മെമ്മറീസ് ആണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ശരി തന്നെ, ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്, അതിലേറെ നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതൊക്കെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കൂടി ആ ഒരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒന്നും കൂടി പഞ്ചാബിലേക്ക് ഒരു വർഷം 2 വർഷം ഒന്നും വേണ്ടെങ്കിലും ഒരു 4-5 മാസം ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോവുകയാണ്. ഉണ്ടാകുന്ന സമയത്തും വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യേണ്ട മടി കൊണ്ട് ലാസ്റ്റ് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുമില്ല. പിന്നീട് ഫോണിൻ്റെ അത് ഡിലീറ്റ് ആക്കി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുത്തു നോക്കാൻ കുറച്ച് കയ്യിലുള്ള വീഡിയോസ് എന്നല്ലാണ്ട് വ്ളോഗായിട്ടോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മാളുവിൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ളതാണ് എന്തായാലും കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കി വെക്കണമെന്ന്. കാരണം ഇന്ന് മാളുവിൻ്റെ കല്യാണമാണ് കഴിഞ്ഞത്, നാളെ പ്രിയേൻ്റെ കല്യാണം കഴിയും, എൻ്റെ കല്യാണം കഴിയും. സോ അതൊക്കെ കഴിഞ്ഞാലും നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നമുക്ക് ചില സമയം നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് നിറയുമ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയേക്കാം. പക്ഷെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താൽ അത് എപ്പോഴും അവിടെ ഉണ്ടാവും. ഒരു വ്യൂസ് പോലും ഇല്ലെങ്കിലും ഇരുന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുള്ളത്. മാളുവിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ എൻഗേജ്മെൻറ്റിന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് വിളിച്ചപ്പോൾ തന്നെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും ലീവ് എടുത്തിട്ട് മാളുവിൻ്റെ കല്യാണത്തിന് എത്തണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമായിരുന്നു. കാരണം ആ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു. അവളെ വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒന്നിക്കുമ്പോഴും ആ ഒരു മൊമെന്റിൽ ഒരു പാർട്ടാവാൻ എനക്കും പറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദൈവം സഹായിച്ച് അത് കൺകുളിർക്ക് കാണാനും എല്ലാം ഷൂട്ട് ചെയ്യാനും പറ്റി.
സോ നമുക്ക് മാളുവിൻ്റെ കല്യാണ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 30-ാം തീയതിയത്തെ ഫംഗ്ഷനെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ അന്ന് രാവിലെ തന്നെ ഇറങ്ങി. ഞാൻ മാത്രമല്ല, നമ്മൾ 3 പേരാണ് പോകുന്നത്, ഞാനും പ്രിയയും നയനയും. രാവിലെ ഒരു 7 ആയപ്പോൾ ഞാൻ തലശ്ശേരിയിൽ നിന്ന് ബസ് കയറി. നയന തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂർ വന്ന് നിൽക്കുന്നുണ്ട്. ആൻഡ് കൂത്തുപറമ്പിൽ നിന്ന് പ്രിയങ്ക കയറും. എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ പ്ലാൻ ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. കറക്റ്റ് എല്ലാവരും എത്തി. എല്ലാവരും KSRTC ബസ്സിന് കയറി. സോ നമ്മൾ മാളൂവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സുൽത്താൻ ബത്തേരി എത്തിയ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കയറിയത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പ് അടക്കാൻ തന്നെ ഞങ്ങൾ മന്തി പറഞ്ഞു. നമ്മളെല്ലാവരും മന്തി കഴിച്ചു. വന്നിട്ട് അതിനുശേഷം ഞങ്ങൾ സിഗ്നേച്ചർ സലൂണിലേക്കാണ് പോയത്. കാരണം അവിടെ സാരി ഡ്രേപ്പ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു, നാളെ വെയർ ചെയ്യണ്ടേ. അതും കൊടുത്ത് നേരെ നമ്മൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. അപ്പൊ പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുത്തു. കാരണം 6 മണിയാകുമ്പോൾ മാളൂവിന്റെ അടുത്തേക്ക് പോകണം. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് എണീക്കുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. നമ്മൾ അധികം ലേറ്റ് ആക്കാണ്ട് വേഗം മാളൂവിന്റെ അടുത്തേക്ക് പോയി. വ്ളോഗിൽ ആഡ് ചെയ്യേണ്ടതല്ലേ. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ വന്നത് മാളുവിന്റെ കല്യാണത്തിന്. ഇതെല്ലാം എനിക്ക് അയച്ചു കേട്ടോ വ്ളോഗ് ആക്കിയിട്ട്. ഇതാണ് നമ്മുടെ പ്രിയങ്ക. ഹായ് പറ. ബ്രൈഡിന്റെ എല്ലാം പ്രിയങ്ക. ഡാൻസ് ആണ് ഗൈസ്. അടുത്തതായി പെണ്ണുവീട്ടിൽ അവതരിപ്പിക്കുന്ന മ്യൂസിക് വിത്ത് ബോഡി മസാജ്. ഗൈസ്, അങ്ങനെ തലേന്നത്തെ പാർട്ടി ഗംഭീരമായി അവസാനിച്ച വിവരം ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കല്യാണം ഗൈസ്. ഈ സമയം ഇപ്പോ നാളെ ഇവിടെ കല്യാണം. ഇപ്പം സമയം 10:30. 4 മണിക്കോളം മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തു. അത് കണ്ടാ നിന്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഞങ്ങളുടെ കല്യാണത്തിന് അവിടെ കല്യാണത്തിന് ഇത്രയും പേര് വന്ന് ഡാൻസ് കളിച്ചിട്ട് ഞങ്ങളുടെ ഓരോ കല്യാണത്തിനും നീ ഒന്ന് ഡാൻസ് ഞാൻ വിളിക്കും. ബൈ മാളു, ബൈ. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച നേരെ സിഗ്നേച്ചർ സലൂണിലേക്കാണ് പോകുന്നത്. കാരണം സാരി അവിടെ നിന്നാണ് ഡ്രൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ അവിടെ എത്തി പിന്നെ ലേറ്റ് ആക്കാണ്ട് തന്നെ വേഗം സാരീന്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. കാരണം റൂമിൽ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വേണം കല്യാണത്തിന് പോവാൻ. പിന്നെ ഒക്കെ ഓട്ടപ്പാച്ചിലായിരുന്നു. വേഗം റൂമിൽ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് മാളുവിന്റെ കല്യാണം കാണാൻ. ക്യൂട്ട് ക്യൂട്ട്. കല്യാണം കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം, പെട്ടി എടുക്കണം, പോവണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മാളുവിൻ്റെ കല്യാണം. LPU കഴിഞ്ഞതിന് ശേഷം മാളുവിൻ്റെ കല്യാണത്തിനാണ് എല്ലാവരും ഒന്ന് നേരിട്ട് കണ്ടതും സംസാരിച്ചതും ഒക്കെ. അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി ഹാപ്പിയാണ്.
പിന്നെ അതിനുശേഷം പിന്നെ ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു. ലഗേജ് എടുക്കുക, റൂം വെക്കേറ്റ് ചെയ്യുക, പോവുക എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു. അതിനുശേഷം പിന്നെ ഞാനൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം നല്ല ടയേർഡായിരുന്നു. അപ്പം ഇതൊക്കെയാണ് മളുവിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. കാരണം ഞാൻ ഇതുവരെ ഇത്രയും ഒരു ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു പകുതിയാകുമ്പോൾ മടുപ്പ് വന്ന് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് പതിവ്. ഇത് ഞാൻ കുറച്ച് എഫേർട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലവ് ദിസ് വ്ലോഗ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ടു മാളു ആൻഡ് അപ്പുവേട്ടൻ, ഈ വീഡിയോ കാണുമോ എന്നറിയില്ല, ബട്ട് ഞാൻ എന്തായാലും അയച്ചു തരും. സോ വിഷിങ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് മാളു ആൻഡ് അപ്പുവേട്ടൻ. നിങ്ങളുടെ ലൈഫിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഹാപ്പിയായി ജീവിക്കുക. വിൽ മിസ് യു. അടുത്തത് എൻ്റെ കല്യാണത്തിന് കാണാം. സോ ഞാൻ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റ് എങ്കിലും ചെയ്യുക. സോ ലവ് യു ഗൈസ്, ബൈ.